നമസ്കാരം. IAS തമ്മിൽ പോരടിക്കുകയാണ്. അതിശക്തമായ പോരാണ് പ്രശാന്തും അതോടൊപ്പം തന്നെ ജയതിലക് പിന്നെ വേറെ ഒന്ന് രണ്ട് പേരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാട്ടിക്കൂട്ടലുകളുണ്ട്. അതോടുകൂടി ഭരണം കുറച്ച് സ്തംഭിച്ചുവെങ്കിൽ തന്നെയും ചില വെളിപാടുകൾ അങ്ങിങ്ങായി ഉണ്ടാകുന്നു. EMCC എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ചേർന്ന് അമേരിക്കൻ ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുമായി ചേർന്നുകൊണ്ട് നടത്തിയ കോടിക്കണക്കിന് രൂപ ഏകദേശം 5000 കോടി രൂപയുടെ പദ്ധതികളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ, അതായത് അന്ന് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 ഉയർന്നു വന്ന ഒരു വാദം ഈ നമ്മുടെ കടൽ വിറ്റു എന്നുള്ളതാണ്. EMCC എന്ന് പറയുന്ന കമ്പനിക്കായിട്ട് വിൽക്കുന്ന തരത്തിലുള്ള നടപടി അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായ മേഴ്സിക്കുട്ടിയമ്മ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമായിട്ട് അന്ന് രമേശ് ചെന്നിത്തല കോളിളക്കത്തോടുകൂടി പുറത്തുവിട്ടത്. ആ വാർത്ത ഇങ്ങനെ പടർന്നു പന്തലിക്കുന്നു. അത് കുറച്ചാൾ കഴിഞ്ഞ ശേഷം ആ തെരഞ്ഞെടുപ്പോടുകൂടി അത് തീരുന്നു. അവിടെ സംഭവിച്ച കാര്യം ഈ പറയുന്ന PC വിഷ്ണുനാഥ് കുണ്ടറയിൽ നിന്ന് ജയിക്കുകയാണ്. അതോടുകൂടി മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് അവിടെ മത്സരിച്ചുവെങ്കിലും മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ് ഒരു വലിയ പ്രാധാന്യം ഇരിക്കുന്നത്. ആ കാര്യം ആ ഒരു വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യമായ സഹായം ചെയ്തു കൊടുത്തത് ഈ പ്രശാന്ത് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥനാണ് എന്നുള്ള തരത്തിലാണ് മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞു വെക്കുന്നത്. അവരുടെ അതായത് മേഴ്സിക്കുട്ടി അമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഏകദേശം രൂപം ഞാൻ നിങ്ങൾക്കായി ഒന്ന് വായിക്കാം. അതായത് ശ്രീ പ്രശാന്ത് IAS എല്ലാ സർവീസ് ചട്ടങ്ങളും സാമാന്യ മര്യാദകളും ലംഘിച്ച് പ്രവർത്തിക്കുന്നതിന്റെ വാർത്തകളാണല്ലോ ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്ന കാര്യത്തിലും പ്രശാന്ത് വില്ലന്റെ റോളിൽ പ്രവർത്തിക്കുന്നതാണ് 2021 ഫെബ്രുവരി മാസം കണ്ടത്. 21 ഫെബ്രുവരി മാസം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രചരണ ജാഥ കൊല്ലത്തെത്തിയപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഒരു വെടിപൊട്ടിക്കുന്നു. 5000 കോടിയുടെ ആഴക്കടൽ ട്രോളറുകൾക്ക് ഫിഷറീസ് വകുപ്പ് അനുമതി നൽകി എന്നുള്ള തരത്തിൽ. അതായിരുന്നു നമ്മൾ അന്ന് കണ്ടത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് വിദേശ കമ്പനികൾക്ക്, അതായത് അന്ന് കടലിനെ കൊള്ളയടിക്കാനുള്ള അവസരം സംസ്ഥാന സർക്കാരും ഫിഷറീസ് വകുപ്പ് മന്ത്രിയും കൂടെ ചേർന്ന് ചെയ്തു കൊടുക്കുന്നു എന്ന തരത്തിലായിരുന്നു അന്ന് രമേശ് ചെന്നിത്തല ആ വാർത്തയെ അവതരിപ്പിച്ചത്. പക്ഷെ അത് ഏറെയൊന്നും ചർച്ച ചെയ്യാതെ പോയി. അന്ന് വ്യവസായ വകുപ്പിന്റെ 4 ഏക്കർ അതായത് കൊടുക്കാൻ പോകുന്നു, 4 ഏക്കർ ഭൂമി കൊടുക്കാൻ പോകുന്നു തുടങ്ങിയ വിവരങ്ങളാണ് അന്ന് പുറത്തു വന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, അതായത് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരത്ത്, അവിടെ 4 ഏക്കർ ഭൂമി കൊടുക്കാൻ പോകുന്നു, അവർക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നു എന്നുള്ള തുടങ്ങിയ വലിയ വിവാദങ്ങളൊക്കെ വന്നിരുന്നു. അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എനിക്ക് തോന്നുന്നു EP ജയരാജനായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം വാർത്ത അതോടുകൂടി അങ്ങനെ ഒരു വാർത്ത വന്നതോടുകൂടി അത് വളരെ വിശദമായി പത്രപ്രതിനിധികൾ എന്നോട് ഫിഷറീസ് മന്ത്രി എന്ന നിലയിൽ അഭിപ്രായം ആരാഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നും തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നും ഞാൻ മറുപടി നൽകി. അടുത്ത ദിവസം രമേശ് ചെന്നിത്തല ഒരു അമേരിക്കൻ മലയാളിയുമായി 5000 കോടിയുടെ MOU ഒപ്പുവെച്ചതിന്റെ രേഖ പുറത്തുവിടുന്നു. ഒരു കാര്യം ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട്. അടുത്ത ദിവസം നമുക്കറിയാം, അങ്ങനെ പത്രക്കാരെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ MOU ഒപ്പുവെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ രമേശ് ചെന്നിത്തല പുറത്തുവിടുകയാണ്. അപ്പോൾ അതിൽ എന്തോ ഒരു കാര്യം മറച്ചു വെച്ചു എന്നാണ് മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. രമേശ് ചെന്നിത്തല ആരോപിച്ചത് ഫിഷറീസ് വകുപ്പ് MOUവിൽ ഒപ്പുവെച്ചു എന്നാണ്. എന്നാൽ MOU ഒപ്പുവെച്ചിരിക്കുന്നത് ഇൻലാൻഡ് നവിഗേഷന്റെ MD ആയ പ്രശാന്തുമായിട്ടാണ്. MOU ഒപ്പുവെച്ചു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ മന്ത്രിയായിട്ടല്ല. പകരം അന്ന് MD ആയിരുന്ന അതായത് ഇൻലാൻഡ് നവിഗേഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ MD ആയിട്ടിരുന്ന പ്രശാന്തുമായിട്ടാണ് അന്ന് 5000 കോടിയുടെ ഇടപാട് നടത്തിയെന്ന് പറയുന്നത്, ഒരു MOU ഒപ്പുവെച്ചത്. അതായത് ഇപ്പോൾ ഈ പ്രശാന്ത് എന്ന് മനസ്സിലായല്ലോ, പ്രശാന്ത് IAS. അതായത് ഇപ്പോഴും വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് പ്രശാന്ത് IAS. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രമേശ് ചെന്നിത്തല അതിനുശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആള്, പ്രശാന്ത് IAS MD ആയിട്ടിരിക്കുന്ന ഇൻലൻഡ് എന്ന് പറയുന്ന സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അറിയാതെ ഒരാൾ അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ പ്രതിനിധി, ഒരു കമ്പനിയുടെ MD എങ്ങനെ ഈ പറയുന്ന ഒരു കമ്പനിയുമായി എങ്ങനെ ഒപ്പുവയ്ക്കും? EMCC എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് എങ്ങനെയാണ് ഒപ്പുവയ്ക്കുക? അപ്പോൾ സർക്കാർ അറിയാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. അതോടൊപ്പം അന്ന് നടന്ന 5000 കോടിയുടെ അഴിമതിയല്ല, അല്ലെങ്കിൽ 5000 കോടിയുടെ കരാറായിരുന്നില്ല, പകരം 2950 കോടിയുടെ മാത്രം ഇടപാടാണ് അന്ന് നടന്നത് എന്ന് പറയുന്നു. എന്തിനു വേണ്ടിയിട്ട്? ചില ട്രോളറുകൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ആഴക്കടലിലെ ട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില ഉപകരണങ്ങളും ഒക്കെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ മദർഷിപ്പുകൾ
തുടങ്ങിയ സംവിധാനം ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അത്രേ അന്ന് ഈ 2950 കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചത് എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നുണ്ട്. പിന്നെയോ, അതായത് ഇവിടെ ഗൂഢാലോചനയുടെ ചുരുള് അഴിയുകയാണ്. അതായത് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ശ്രീ പ്രശാന്ത് IAS രമേശ് ചെന്നിത്തലയുമായി നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ആഴക്കടൽ വിൽപ്പന എന്ന തിരക്കഥ. തിരക്കഥയ്ക്ക് പിന്നിലെ ലക്ഷ്യം തീരദേശ മണ്ഡലങ്ങൾ ആകെ UDF-ന് ഉറപ്പാക്കുക എന്നതായിരുന്നു. അപ്പൊ അതായത് രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തീരദേശ മേഖലയിലെ ഒരു വലിയ വിഭാഗം വോട്ട് തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അത്രേ. അതാണ് രമേശ് ചെന്നിത്തല ലക്ഷ്യം വെച്ചിട്ട് ഈ തരത്തിലുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഴക്കടൽ ട്രോളറുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഗൂഢാലോചന മനസ്സിലാകുന്നത്. വ്യവസായ വകുപ്പ് കൊച്ചിയിൽ നിക്ഷേപ സംഗമം നടത്തിയിരുന്നു. അവിടെ വന്ന ചില വികസന പദ്ധതികൾ എന്ന വ്യാജേനയാണ് വ്യവസായ വകുപ്പുമായി ബന്ധമില്ലാത്ത ഇൻലൻഡ് നവിഗേഷൻ MD 5000 കോടി രൂപയുടെ വികസന പദ്ധതി EMCCയുമായി MOU ഒപ്പുവയ്ക്കുന്നത്. അതും ഗവൺമെന്റിന്റെ അവസാന ദിവസങ്ങളിൽ. ഇതേ EMCCക്കാരനാണ് കുണ്ടറയിൽ എനിക്കെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി. ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് പിന്നിൽ ദല്ലാൽ നന്ദകുമാറും. വളരെ പ്രസക്തമായ ചില ചർച്ചകളിലേക്കാണ്, രാഷ്ട്രീയ ചർച്ചകളിലേക്കാണ് മേഴ്സിക്കുട്ടി അമ്മയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പോകുന്നത്. അതായത് PC വിഷ്ണുനാഥ് ആണെന്നും ഈ PC വിഷ്ണുനാഥിനെ അവിടെ മത്സരിപ്പിക്കാൻ പ്രധാന കാരണക്കാരൻ ദല്ലാൽ നന്ദകുമാർ ആണ് എന്നുള്ള തരത്തിലേക്ക് മേഴ്സിക്കുട്ടി അമ്മ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് പിന്നിൽ ദല്ലാൽ നന്ദകുമാർ. എന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഒരു ബോംബ് സ്ഫോടന നാടകവും അരങ്ങേറി. എന്തെല്ലാമാണ് കണ്ടത്? ഈ തിരക്കഥയുടെ എല്ലാം ചുക്കാൻ പിടിച്ചത് വഞ്ചനയുടെ പര്യായമായ IAS ഉദ്യോഗസ്ഥൻ പ്രശാന്ത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ബന്ധവുമില്ലാത്ത, ഫിഷറീസ് വകുപ്പ് അറിയാത്ത ഒരു കാര്യം ഫിഷറീസ് മന്ത്രി കടൽ വിറ്റു എന്ന് നെറിയില്ലാത്ത ആക്ഷേപം അരങ്ങേറി. അതായത് ഫിഷറീസ് വകുപ്പിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ബന്ധമില്ലാതിരുന്നിട്ട് പോലും ആ തരത്തിൽ ഫിഷറീസ് മന്ത്രി അതിനകത്ത് കുറ്റക്കാരിയാണ്, അല്ലെങ്കിൽ ഫിഷറീസ് മന്ത്രിയാണ് ഈ പറയുന്ന ആഴക്കടൽ വിൽപ്പനയ്ക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയത് എന്ന തരത്തിൽ അതിനെ പ്രചരിപ്പിക്കുന്ന നെറിയില്ലാത്ത നടപടിയും കാട്ടി എന്നാണ് മേഴ്സിക്കുട്ടി അമ്മയുടെ ഫേസ്ബുക്ക് പറയുന്നത്. സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത രാഷ്ട്രീയ ദുഷ്ടലാക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നുണപ്രചാരണത്തിന് ഞാൻ ക്രൂരമായി വിധേയനായി. തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് ഞാൻ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അനുഭവത്തിലൂടെ അറിയാവുന്നത് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഈ കുപ്രചരണത്തിൽ വീണില്ല. 97% തീരദേശ മണ്ഡലങ്ങളും LDF നേടി. എന്നാൽ കൊല്ലത്ത് ഈ കല്ലുവെച്ച് നുണ ഏറ്റെടുത്തത് കൊല്ലം രൂപത തന്നെയായിരുന്നു. നമുക്കറിയാം മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് അത്യാവശ്യം ലീഡ് തീരദേശ മേഖലകളിൽ നേടാൻ കഴിഞ്ഞു. അതായത് ഈ പറയുന്ന കുപ്രചരണങ്ങളൊന്നും തീരദേശ മേഖലയിൽ ഒരു ശകലം പോലും ഏശിയില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് പകരം പിന്നെ എന്ത് ചെയ്തു? കൊല്ലം മേഖലയിലെ രൂപത ഈ കേസുകൾ ഏറ്റെടുത്തു. മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരായ പ്രചരണങ്ങൾ ആരംഭിച്ചു. അപ്പം സംഭവിച്ചത് ഈ മേഖലയിലെ സ്ഥാപിത താല്പര്യക്കാരും ഒക്കെ ചേർന്ന് ഇടയലേഖനം ഇറക്കുകയാണ് ചെയ്തത്. സംഘപരിവാറും UDF-ഉം ചില ആൾക്കാരും കൂടെ ചേർന്നിട്ട് കൈകോർത്തു. അതിൻ്റെ 15% വോട്ടുണ്ടായിരുന്ന BJPക്ക് 3% മാത്രമാണ് 21 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ ലഭ്യമായത്. എത്ര വലിയ ഗൂഢാലോചന! സത്യം എന്തായാലും പുറത്തു വരുമെന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചു എന്ന് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ. അതായത് 15% വോട്ടുണ്ടായിരുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അതിനെ 3% കുറയുകയും അവിടെ PC വിഷ്ണുനാഥ് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് RSSും UDF-ഉം അല്ലെങ്കിൽ BJPയും UDF-ഉം ചേർന്ന് ഒത്തുകളിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ രീതിയിലൊരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമുക്കറിയാം. 15% വോട്ടുണ്ടായിരുന്നത് 3% അവിടെ കുറഞ്ഞു. അതിൻ്റെ അർത്ഥം BJPയിൽ നിന്ന് വ്യാപകമായ വോട്ട് ചോർച്ച കോൺഗ്രസിലേക്ക് വന്നു ചേർന്നു. അതുകൊണ്ടാണല്ലോ 15% 3% കുറഞ്ഞത്. ഏകദേശം 12% വോട്ടിന്റെ നഷ്ടം, അല്ലെങ്കിൽ ഈ 12% വോട്ടുകൾ PC വിഷ്ണുനാഥിലേക്ക് എത്തി എന്നുള്ളതാണ് മേഴ്സിക്കുട്ടി അമ്മ അസന്നിഗ്ധമായി പറയുന്നത്. എന്നാൽ ചില വാദങ്ങൾ, ചില രമേശ് ചെന്നിത്തല ഉയർത്തുന്ന ചില വാദങ്ങൾ ഈ പറയുന്ന പോലെ സർക്കാർ അറിയാതെ ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആൾ അവിടെ പോയിട്ട് ഈ EMCCയുമായി ബന്ധപ്പെട്ട് MOU ഒപ്പുവെക്കില്ല. അതോടൊപ്പം തന്നെ പ്രശാന്തിന് UDF-നുമായി യാതൊരു ബന്ധവുമില്ല. 14-15 കാലഘട്ടത്തിൽ അദ്ദേഹം രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് പ്രശാന്തുമായുള്ള പരിചയം എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അന്ന് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുള്ളത്. അതിനുശേഷം അൽഫോൺസ് കണ്ണന്താനത്തിനൊപ്പവും അൽഫോൺസ് കണ്ണന്താനത്തിനൊപ്പം എത്തുന്നതിനും തൊട്ടു മുമ്പായിട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ എന്നുള്ള നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു എന്നൊക്കെ രമേശ് ചെന്നിത്തല പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങളുണ്ട്. ഇപ്പം എന്നാൽ പ്രശാന്ത് IAS അത്ര നല്ലവനായ ഒരു IAS ഉദ്യോഗസ്ഥനാണോ? എന്നാൽ അതും ഒരു ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്.
അതിൽ നമുക്ക് നോക്കേണ്ട തോമസ് ഐസക്കിൻ്റെ ഒരു ഗോപകുമാർ മുകുന്ദൻ, തോമസ് ഐസക്കിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തി. കോഴിക്കോട് ജില്ലയിൽ പുഴ നവീകരണവുമായി ബന്ധപ്പെട്ട് അനുവദിച്ച ഫണ്ടിൽ നിന്നും സ്വന്തം കാർ വാങ്ങാൻ വേണ്ടി പണം അതിനകത്ത് വിനിയോഗിച്ച ഒരാളാണ് പ്രശാന്ത് IAS എന്നാണ് പറയുന്നത്. അതായത് കെടുകാര്യസ്ഥതയുടെയും ഒരു അഴിമതിയുടെയും ഒക്കെ മണമടിക്കുന്നുണ്ട് ഈ ഗോപകുമാർ നന്ദകുമാറിന്റെ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ. അത് തെളിയിക്കപ്പെട്ടു. അതായത് അതിനെക്കുറിച്ച് അന്വേഷണം വന്നു. ആ അന്വേഷണം വന്നപ്പോൾ ഇദ്ദേഹം തെറ്റുകാരനാണ് എന്ന് മനസ്സിലായി. അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി അഡീഷണൽ സെക്രട്ടറിയെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു. അപ്പോൾ അങ്ങനെ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആ വേളയിൽ ഈ പ്രശാന്ത് IAS നിരന്തരമായി ഗോപകുമാർ നന്ദകുമാറിനെ വിളിക്കുമായിരുന്നു. ഗോപകുമാർ മുകുന്ദനെ അങ്ങനെ വിളിക്കുന്ന സാഹചര്യത്തിൽ ഈ അഡീഷണൽ സെക്രട്ടറിയെ കുറിച്ച് മോശമായ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഈ ഗോപകുമാർ നന്ദകുമാർ പറഞ്ഞിരുന്നത്, ഗോപകുമാർ മുകുന്ദൻ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് തയ്യാറാക്കുന്ന അഡീഷണൽ സെക്രട്ടറിയെ തെറി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജോലിയാണ് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരുന്നു. എന്നിട്ടും ഇദ്ദേഹം ഈ പറയുന്ന സ്ഥിരമായ തെറിവിളി നടത്തിക്കൊണ്ട് പോരുകയായിരുന്നു, അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇനിയും അതുപോകട്ടെ, ഈ പറയുന്ന MDയും അതായത് ഇൻലൻഡ് നാവിഗേഷൻ്റെ MDയും EMCC എന്ന് പറയുന്ന കമ്പനിയും തമ്മിൽ നടത്തിയ ആ ഒരു കരാറിന്റെ കോപ്പി എങ്ങനെയാണ് പുറത്തേക്ക് പോയത്? അപ്പോൾ ഈ സാധനം പ്രശാന്ത് രമേശ് ചെന്നിത്തലയ്ക്ക് ചോർത്തി കൊടുത്തു. മാധ്യമങ്ങൾക്ക് പോലും അത് ആ സമയം വരെ കിട്ടിയിരുന്നില്ല. അപ്പോൾ അതിനു മുൻപ് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ഒപ്പുവെച്ചതിൻ്റെ വിശദാംശങ്ങൾ ഈ പ്രശാന്ത് തന്നെ ചോർത്തിക്കൊടുത്തു തുടങ്ങിയ വിശദമായ വിവരങ്ങളും അദ്ദേഹം പറയുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത സമയത്താണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും കൂടെ ഒരു സംയുക്ത സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവിടെ PC വിഷ്ണുനാഥിനെ നിയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ രാഷ്ട്രീയ മാറ്റം എന്താണ് എന്നുള്ളത് മേഴ്സിക്കുട്ടി അമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാണ്. അപ്പോൾ അതായത് ദല്ലാൽ നന്ദകുമാർ ഇടപെട്ടുകൊണ്ട് അറിയാമല്ലോ, BJPയെയും കോൺഗ്രസിനെയും തമ്മിൽ ചേർക്കുക എന്നുള്ളൊരു വലിയ കടമയാണ് അന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത്. അങ്ങനെയാണ് BJPക്ക് കൂടി ഇഷ്ടപ്പെട്ട PC വിഷ്ണുനാഥിനെ കൊണ്ടറയിൽ മത്സരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ മത്സരിപ്പിച്ചതോടുകൂടി അവിടെ BJPയുടെ വോട്ട് ഷെയർ 15% നിന്നും 3% കുറഞ്ഞു. തീരദേശ മേഖലകളിൽ LDF പതിവ് പോലെ തന്നെ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. മേഴ്സിക്കുട്ടി അമ്മയെ ആ സമയത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തുടർന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ കുണ്ടറ എന്ന് പറയുന്ന മണ്ഡലം കൊല്ലത്ത് തിരിച്ചു പിടിക്കണം എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന PC വിഷ്ണുനാഥിനെ BJPയുടെയും കോൺഗ്രസിൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചു എന്നാണ് തോമസ് ഐസക്കിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഗോപകുമാർ മുകുന്ദൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇനിയിപ്പോൾ ഒരു വലിയ ചർച്ചയിലേക്ക് തന്നെയാണ് ഇത് വഴി തുറക്കുന്നത്. അതായത് പലയിടങ്ങളിലും പറയുന്ന BJP CPM അവിശുദ്ധ കൂട്ടുകെട്ട് ഇതിന് മുൻപ് തന്നെ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു കൂട്ടുകെട്ട് നടന്നിരുന്നു എന്ന് തന്നെയല്ലേ? അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദല്ലാൽ നന്ദകുമാറാണെന്ന് തന്നെയല്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ടുണ്ടാക്കി കെട്ടിച്ചമച്ചുണ്ടാക്കിയ പ്രശാന്തിനെ കൂടെ കരുവാക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തല നടത്തിയ ചില നാടകങ്ങളുടെ ഭാഗമാണ് ഈ കുണ്ടറ തെരഞ്ഞെടുപ്പ് എന്നും, ആ കുണ്ടറ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ പരാജയത്തിന്, അല്ലെ മേഴ്സിക്കുട്ടി അമ്മയ്ക്കുണ്ടായ പരാജയത്തിന്റെ പ്രധാന സൂത്രധാരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് രമേശ് ചെന്നിത്തലയെ കാണാനും കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.